നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തികൾക്കായി കേരളത്തിലെ നദികളിൽ നിന്നും ഡാമുകളിൽ നിന്നും ഡ്രഡ്ജ് ചെയ്ത് മെറ്റീരിയലുകൾ എടുക്കുവാൻ പൊതുവെ അനുമതി വേഗത്തിൽ നൽകാനുള്ള ഉത്തരവ് ഇറക്കി. നിലവിൽ ചെയ്യുന്നത് പോലെ തന്നെ പ്രവൃത്തി പുരോഗതി ഇടയ്ക്കിടെ നടത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാർ ഇതിൽ അസിസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന ആവശ്യവും അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. അത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം, അതിൻ്റെ അഭിപ്രായം കേന്ദ്ര സർക്കാർ പറയുമ്പോൾ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് അതിലെടുക്കുന്ന നിലപാടിനെ പ്രശംസിച്ചുകൊണ്ടാണ് അന്ന് പറഞ്ഞിരുന്നത്. അന്ന് വലിയ വാർത്തയായിരുന്നു അത്. അതുപോലെ തന്നെ ക്വാറി സാമഗ്രികളുടെ ലഭ്യതയ്ക്കുള്ള പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ കേരള മൈനർ മിനറൽ കൺസെഷൻ നിയമങ്ങളിൽ ഭേദഗതി വരുത്തി. ഇങ്ങനെ ഡിസംബർ 6 എന്താണോ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അടിയന്തരമായി കേരള ഗവൺമെൻറ് ഇടപെടേണ്ടത് അതൊക്കെ തന്നെ ചടുലമായി ഇടപെട്ടു, യുദ്ധകാലാടിസ്ഥാനത്തിൽ ഇടപെട്ടു. 2, 3, 4, 5 വർഷമായി സമയമെടുത്ത് ഇടപെടേണ്ട വിഷയം 6 മാസം കൊണ്ട് പരിഹരിച്ച് ഇടപെടാൻ വേണ്ടി പറ്റി. അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുകയാണ്. അതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കേണ്ട കാര്യമാണ്. ആ നിലയിൽ അടിയന്തരമായി അതിൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഇടപെടാം എന്ന ഒരു നിലപാട് സ്വീകരിച്ചു. അതിന് ഒരു കട്ട് ഓഫ് ഡേറ്റും ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡാണ്. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡുമായി ബന്ധപ്പെട്ട് ജൂലൈ അവസാനത്തോടു കൂടി ഉത്തരവിറക്കാം എന്നുള്ളതാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ള വളരെ പോസിറ്റീവായ ഒരു സമീപനം. തിരുവനന്തപുരം നിവാസികളെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, നമ്മുടെ തലസ്ഥാന നഗരി എന്നുള്ള നിലയിൽ കേരളത്തിലെ എല്ലാവരും സന്തോഷിക്കുന്ന ഒരു പദ്ധതിയായി തിരുവനന്തപുരം ഔട്ടർ റിംഗ് പദ്ധതിക്ക് ഇപ്പോൾ കേന്ദ്ര അനുമതി ജൂലൈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഫൈനലായി മുന്നോട്ട് വരുമെന്നുള്ള ഉറപ്പാണെന്ന് ലഭിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് പാലക്കാട് നിന്നും മലപ്പുറം വഴി കോഴിക്കോട് എത്തുന്ന NH 966 ഗതാഗത കുരുക്ക്. നിങ്ങളിൽ പലരും ആ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. പാലക്കാട് നിന്ന് ഇങ്ങനെ വന്ന് മണ്ണാർക്കാട് വഴി, അല്ല നമ്മുടെ ഇപ്പോൾ വരുന്ന റൂട്ടാണ് ഞാൻ പറഞ്ഞത്, മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം അങ്ങനെയാണല്ലോ വരുന്നത്. കൊണ്ടോട്ടി എയർപോർട്ട് വഴി രാമനാട്ടുകര എത്തുന്നതിൻ്റെ 130 കിലോമീറ്ററാണ് പാലക്കാട് കോഴിക്കോട്. പക്ഷേ നമ്മൾ എടുക്കുന്ന സമയം നിങ്ങളൊന്ന് എടുത്തു നോക്കും. 4-5 മണിക്കൂറൊക്കെയാണ് ചിലപ്പോൾ ബ്ലോക്ക്. വീതി കുറഞ്ഞ റോഡാണ്. അതിനൊരു ഓൾട്ടർനേറ്റീവാണ് ഗ്രീൻഫീൽഡ് പാലക്കാട് കോഴിക്കോട്. ഇന്നത്തെ ചർച്ചയിൽ അത് പ്രധാനമായും ഉയർന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇതിൽ മുൻപോട്ട് വെച്ച വിഷയങ്ങളൊക്കെ പരിഹരിച്ചതിൻ്റെ ഭാഗമായി ജൂലൈ മാസം അവസാനം പാലക്കാട് കോഴിക്കോട് ഗ്രീൻഫീൽഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അംഗീകാരം നൽകും എന്ന് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. വളരെ മലബാറിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമായ ഒരു കാര്യമാണ്. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് NH 744 ഇതുമായി ബന്ധപ്പെട്ടും ചില തടസ്സങ്ങളുണ്ട്. ഇതൊക്കെ പരിഹരിച്ച് സെപ്റ്റംബർ മാസത്തിൽ കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡിന് പച്ചക്കൊടി വീശും. നമുക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാകും. കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട നഗരമായ എറണാകുളത്തെ ഗതാഗത കുരുക്ക് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ടതില്ല. അതിന് ബദലായിട്ടുള്ള എറണാകുളം ബൈപ്പാസ്, ആ ബൈപ്പാസിന് തത്വത്തിൽ അംഗീകാരം കിട്ടി. ഒരു 6 മാസത്തിനുള്ളിൽ അതിൻ്റെ മറ്റെല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകും എന്ന തീരുമാനവും കേന്ദ്രമന്ത്രി ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായി അറിയിച്ചു എന്നുള്ളതാണ്.